ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ ഇനി മാർച്ച് മാസത്തിലാണ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. ഒരു യൂറോപ്യൻ പര്യടനം നടത്താനാണ് ബ്രസീൽ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഒരു മത്സരത്തിലെ എതിരാളികൾ അത് കരുത്തരായ ഫ്രാൻസ് ആയിരിക്കും. അതിനുശേഷം ക്രൊയേഷ്യക്കെതിരെ കളിക്കാനാണ് CBF തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും ബ്രസീൽ എടുത്തിട്ടില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ കാരണവും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ഡ്രോ നടക്കുകയാണ്. പോട്ട് 1-ലാണ് ബ്രസീൽ വരുന്നത്. പോട്ട് 1-ൽ തന്നെയാണ് ഫ്രാൻസും വരുന്നത്. അതിനർത്ഥം വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനും ഫ്രാൻസിനും പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷേ ക്രൊയേഷ്യ പോട്ട് 2-ലാണ് വരുന്നത്. അതായത് ബ്രസീലും ക്രൊയേഷ്യയും ഒരേ ഗ്രൂപ്പിൽ വരാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിപ്പോൾ CBF ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതായത് മാർച്ച് മാസത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നു. അതിനുശേഷം വീണ്ടും വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ ഇതേ ടീമിനെതിരെ ഒരു പ്രധാനപ്പെട്ട മത്സരം കളിക്കുന്നു. അത് CBF ആഗ്രഹിക്കുന്നില്ല. 2 തവണ ഏറ്റുമുട്ടാൻ CBF ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇപ്പോൾ ബ്രസീൽ എടുത്തിട്ടില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഉടൻ തന്നെ വേൾഡ് കപ്പിന്റെ ഡ്രോ നടക്കുകയാണ്. അതിനുശേഷം ക്രൊയേഷ്യ ബ്രസീലിന്റെ ഗ്രൂപ്പിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനമാകും. ബ്രസീലിന്റെ ഗ്രൂപ്പിൽ ക്രൊയേഷ്യ ഇല്ലെങ്കിൽ തീർച്ചയായും മാർച്ച് മാസത്തിലെ സൗഹൃദ മത്സരം ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെ തന്നെയാണ് കളിക്കുക. ഇനി അതല്ല, ബ്രസീലും ക്രൊയേഷ്യയും ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ മാർച്ച് മാസത്തിൽ ക്രൊയേഷ്യക്കെതിരെ ബ്രസീൽ കളിക്കില്ല. മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ ടീമിനെ ആ സ്ഥാനത്തേക്ക് CBF കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പ് ഡ്രോക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ബ്രസീൽ എടുക്കുകയുള്ളൂ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.